ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് തൊഴിലാളികൾ ഇന്ന് സൂചനാ സമരം സംഘടിപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. 2 നഗരസഭകളും 2 പഞ്ചായത്തുകളും 12ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന പ്രധാന റൂട്ടാണ് ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റൂട്ട്. പ്രതിദിനം ഏകദേശം 70ഓളം സ്വകാര്യ ബസ്സുകളാണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത്. എന്നാൽ റോഡിന്റെ ദയനീയാവസ്ഥ യാത്രക്കാരെയും ബസ് തൊഴിലാളികളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. റോഡിലെ കുഴികളും തകർച്ചയും കാരണം യാത്ര ദുഷ്കരമായതോടെ നിരവധി യാത്രക്കാർ മറ്റു റൂട്ടുകളെ ആശ്രയിക്കാൻ തുടങ്ങിയതായി ബസ് തൊഴിലാളികൾ പറയുന്നു. ഇത് സർവീസുകളുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ബസ്സുകളുടെ ജോയിന്റുകൾ, ടയറുകൾ തുടങ്ങിയ ഭാഗങ്ങൾക്ക് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുകയും അറ്റകുറ്റപ്പണികൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുവെന്ന് ബസ് ഉടമകൾ ആരോപിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ ദുരിതം തുടരുകയാണെന്നും അവർ പറഞ്ഞു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് സൂചനാ സമരം സംഘടിപ്പിച്ചത്. ഇനിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ബസ് തൊഴിലാളികളുടെയും ബസ് ഉടമകളുടെയും തീരുമാനം. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചെർപ്പുളശ്ശേരി.